ഹലോ ദേ പിന്നെയും ഇവള് ബീഫും കൊണ്ടല്ല വന്നേക്കണം. അതേടോ ഇതേ ഇന്ന് നമ്മളുടെ കടയിൽ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയ ഒരു ബീഫ് ഇരട്ടാണ് കേട്ടോ. യൂട്യൂബിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ബീഫ് ഇരട്ട് ഉണ്ടാകാൻ പോണത്. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഇരുന്ന് ഞാൻ ഉറക്കൊളിച്ചിരുന്നിട്ട് കണ്ടുപിടിച്ച റെസിപ്പിയാണ്. നിങ്ങൾ വേണമെങ്കിൽ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കി, ഒരിക്കലും ഈ ഒരു റെസിപ്പി ഉണ്ടാകില്ല. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ എൻ്റെ കടയിൽ വന്ന ആൾക്കാർക്ക് വെറൈറ്റി കഴിക്കുകയും വേണം, എൻ്റെ കൂട്ടുകാരുടെ മുന്നിലേക്ക് വെറൈറ്റി റെസിപ്പികൾ കൊണ്ടുവരികയും വേണം. അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത് കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കിലോ ഉള്ളി തോലൊക്കെ പൊളിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാ ഇങ്ങനെയൊക്കെ എടുത്തെടുത്ത് പറയണമെന്ന് വെച്ചാൽ ചില ആൾക്കാർ പറയും ഏതേ കഴുകാണ്ട് ഇട്ടെന്ന് പറയും. അതൊന്നും പറയണ്ടല്ലോ എന്ന് വെച്ചിട്ടുണ്ട് ഇങ്ങനെ എടുത്തെടുത്ത് പറയണത്. പിന്നെ നമ്മുടെ കുക്കറും വലുതാണ്, അടപ്പും എന്നെക്കാട്ടും പൊക്കം കൂടിയതായതുകൊണ്ടിട്ട് ഞാനിത് ഇതേപോലെ ക്യാമറയൊക്കെ ഒന്ന് തിരിച്ച് വെച്ച് ഇതേ കാണിച്ചു തരാം. നമ്മുടെ ഉള്ളി ഇതാ ഇത്രയും വഴുതിഞ്ഞിട്ടിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 15 എരിവുള്ള പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പേസ്റ്റ് ഇല്ലാത്ത ആൾക്കാർ ഒരു തുടം വെളുത്തുള്ളിയും അതേപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി അരച്ചെടുത്താലോ ചതച്ചെടുത്താലോ ചേർത്ത് കൊടുക്കാം. മുഖമൊക്കെ മാറ്റി പിടിച്ചിട്ട് വേണം ഇളക്കാനായിട്ട്. ആ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പച്ചമുളക് പൊട്ടിത്തെറിക്കും, മുഖത്തോട്ട് തെറിച്ച് ലാസ്റ്റ് എന്നെ പറയട്ടൊന്നും കാര്യമില്ല. ഉള്ളിയും പച്ചമുളകൊക്കെ വഴണ്ടി വന്നപ്പോഴേ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നമ്മളിതിലെ മുളക് പൊടി ഒന്നും ചേർക്കണില്ല, അതുകൊണ്ടിട്ടാണ് എരിവുള്ള നല്ല പച്ചമുളക് ചേർക്കാൻ പറഞ്ഞത്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കിയ 2 കിലോ ബീഫാണ് ഇട്ട് കൊടുക്കാൻ പോണത്. പക്ഷേ ബീഫ് ഇട്ട് കൊടുക്കാൻ നോക്കിയപ്പോഴേ കയ്യോ എത്തണില്ല കാലോ എത്തണില്ല അവസ്ഥ. ഞാൻ പിന്നെ കൈ കൊണ്ട് വാരിയിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞതാണെന്നേ, വലിയ പൊക്കമുള്ള അടപ്പൊന്നും മേടിക്കില്ലേ, എനിക്കൊന്നാമത്തെ പൊക്കമില്ലാത്തതാണ്, ചെറിയ പൊക്കം കുറഞ്ഞ അടപ്പ് മേടിക്കാനേ. കട തുടങ്ങിയ സമയത്ത് OLX വഴി മേടിച്ച അടപ്പാണ്. എനിക്കാണെങ്കിൽ കൈയും കാലത്താത്തതുകൊണ്ടിട്ടാണ് അപ്പുറത്ത് ആ ചെറിയ അടപ്പിൽ വെച്ച് പാചകം ചെയ്ത് നിങ്ങൾ കാണിക്കാൻ കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. പിന്നെ ബീഫിൻ്റെ വേവൊക്കെ അറിയാലോ. മൂത്ത ബീഫാണ് മേടിക്കണമെങ്കിൽ കിട്ടണമെങ്കിൽ നമ്മൾ മേടിക്കണമല്ല പോയിട്ട് അങ്ങനെ ഓർഡർ ചെയ്താണ് ഇപ്പം എല്ലാം വർത്തിക്കണത്. അങ്ങനെ കിട്ടണമെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 5-8 വിസിലങ്ങൾ അടിക്കണം. ഇളയ ബീഫാണെങ്കിൽ 2 വിസിലാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാട്ടോ. കാരണം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയ നല്ല മൂത്ത ബീഫായിരുന്നേ. അതിട്ട് തന്നെ ഒരു 9 വിസിൽ ഞാൻ അടുപ്പിച്ചിട്ടാണ്. ചില കുക്കറിൻ്റെ ഇതുപോലെ ഇരിക്കും 8-9 ഒക്കെ ആയിട്ട് അടിച്ചാലേ വെന്ത് കിട്ടുള്ളൂ. നമ്മുടെ ബീഫ് ഇപ്പം നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഉരുളി അടപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു ലേശം വെളിച്ചെണ്ണ കേട്ടോ, അധികം വെളിച്ചെണ്ണ വയ്ക്കണ്ട കേട്ടോ. നമുക്ക് ഈ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂപ്പിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് മീറ്റ് മസാലയാണ് 1.5 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ മസാലപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ഈ ഒരു സമയത്താണ് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ ബീഫ് വേവിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുറകോട്ട് പോയിട്ടുണ്ടെങ്കിലേ ഞാൻ കണ്ടുപിടിച്ച കുറേ വെറൈറ്റി റെസിപ്പികളൊക്കെ കണ്ടിട്ടാ, പോയി കാണൂ. കണ്ടാൽ എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ ഒക്കെയാണ്. അപ്പം ഞാനിപ്പോൾ വരാട്ടെ. എന്താണെന്നറിയാമോ, കുറച്ച് തേങ്ങയും കൂടി കൊത്തിയെടുക്കണം, എന്നാലേ ഇത് ഫിനിഷ് ആവുള്ളൂ. അങ്ങനെ ഞാൻ പോയിട്ട് കുറച്ച് തേങ്ങ കൊത്തിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആ പച്ചമുളകും ചുമന്നുള്ളിയൊക്കെ ഇട്ട് വേവിച്ചതിലേക്ക് കുറച്ച് കുരുമുളകൊടിയൊക്കെ ഇട്ട് വരട്ടിയെടുത്ത ബീഫിലേക്ക് പിന്നെ കുറച്ച് പച്ച തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്ത് അതങ്ങോട്ട് വരട്ടി ഒന്നും കൂടി എടുത്തതിന് ശേഷം കുറച്ച് ഇടിച്ച മുളക് ആ തരിതരിപ്പോൾ ഒന്ന് കടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടി ഇട്ട് ഒന്നും കൂടി വരട്ടി എടുത്തിട്ടുണ്ടെങ്കിലേ അതൊന്ന് കഴിക്കുമ്പോൾ ഉള്ള സുഖമല്ലേ, സ്വർഗം അമ്മ സ്വർഗം. അത്രയും ടേസ്റ്റാടോ. ഇറക്കി വെച്ചിട്ട് പോലും കണ്ട തിള കണ്ടില്ലേ. ഇതാണ് നമ്മുടെ ബീഫ് ഇരട്ട്. ഞാനങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൊതി വന്നാ ഇല്ലല്ലേ, എന്നാൽ പിന്നെ പാത്രത്തിൽ കോരിയിട്ട് കാണിച്ചു തരാം. എങ്കിലേ ഇനി ബീഫ് മേടിക്കുമ്പോഴേ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയോ, അടിപൊളിയാണ്. എൻ്റെ അടിപൊളി പറയണ വർത്താനം കേട്ടില്ലേ, അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന്. പിന്നെ എപ്പോഴും പറയണ പോലെ വെറൈറ്റി റെസിപ്പികൾ കാണണമെന്നുണ്ടെങ്കിലും നമ്മുടെ കടയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കാണണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളിലൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. ഒരുപാട് നന്ദി. താങ്ക് യു.